ഉണ്ടായിരിക്കണം, നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. ആ ലക്ഷ്യത്തേക്ക് പോകാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളെ കുറേ ആൾക്കാരെ ലക്ഷ്യം പറഞ്ഞു. എന്നാലും നമ്മൾ ഇനി നമുക്ക് മുകളിലുള്ള നമ്മളുടെ ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകൾ എടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് എപ്പോഴും ടോട്ടലി ചേഞ്ച് ആവേണ്ടത്, നമ്മൾ ചിന്തിക്കുക ശരിക്ക് ചേഞ്ച് ആവേണ്ടത് മറ്റുള്ളവരാണെന്നാണ്. റിയാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളാണ് ചേഞ്ച് ആവേണ്ടത്. നിങ്ങൾ എപ്പോഴാണോ ചേഞ്ച് ആവുന്നത്, എപ്പോഴാണോ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ വരുന്നത്, ആ സമയം മുതൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. മനസ്സിലായോ? അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ സാധനം ആകർഷിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താണ്? നമ്മൾ അതിനുള്ള യോഗ്യത നേടിയിട്ടില്ല എന്നാണ്. കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിനെ ഒരു ആൺകുട്ടി ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ അയാളിൽ വേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്, അല്ലേ? ആ ഗുണങ്ങളെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ്, ആക്ഷൻ ആക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുക? അട്രാക്ഷൻ കിട്ടുക. ആണോ അല്ലേ? അതിലാർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇതേപോലെ തന്നെയാണ് നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്ന മാറ്റത്തിൻ്റെ എനർജി പുറത്തേക്ക് പ്രവഹിക്കുമ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അട്രാക്ട് ചെയ്യണമെങ്കിൽ നമ്മളിൽ എന്തുണ്ടാക്കണം? സംതിങ് ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. എവിടെയാണ് ചേഞ്ച് ഉണ്ടാക്കേണ്ടത്? നമ്മൾ മറ്റുള്ളവരെ ആകർഷിക്കാൻ, ഇപ്പം ഫിസിക്കലി നമ്മൾ ആകർഷിക്കാൻ നമ്മളെ ഡ്രസ്സിങ്ങിലും നമ്മളെ മേക്കപ്പിലും ഒക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉള്ള ജീവിതത്തിൽ നിന്ന് വേറൊരു നല്ല ജീവിതം, അതിനെ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ അതിനെ മികച്ചതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആന്തരികമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത്. ഓക്കെ, അതിന് നമുക്ക് കുറച്ച് വേർഡുകൾ ഉപയോഗിക്കാം. പക്ഷെ ആ വേർഡിൽ ഉപരി എന്താ വെച്ചാൽ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും നമ്മളുടെ ഇപ്പോഴുള്ള ഈ ഒരു പ്രതലത്തിൽ ഇങ്ങനെ നിൽക്കാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടത്തിന് ഇങ്ങനെ പോവാം. അതായത് നമുക്ക് വേറെ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. നമ്മളിപ്പോഴും ആ ഒരു നമ്മളെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ചും കൂടെ താഴേക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത, മീൻസ് അതായത് നമ്മൾ ഇഷ്ടപ്പെടാത്ത കുറച്ചോ കൂടുതലോ, എങ്ങനെയോ ഇപ്പോൾ നിൽക്കുന്നത് എനിക്ക് പോരാ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ ലെവൽ എന്ന് പറയുന്നത് എന്താണ്? അതിവിശാലമാണ്, അല്ലേ? കാരണം അത് ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ച് കുറഞ്ഞാണ് വരിക. നിങ്ങൾ ഈ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം ഭംഗിയുള്ളതായിരിക്കും. ശ്രദ്ധിച്ചു നമ്മൾ മുകളിൽ കയറിയിട്ട് നിങ്ങൾ ഇപ്പോൾ പഴനി അമ്പലത്തിൽ പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ടൂറോ എന്തെങ്കിലും പോയിട്ട്? ഉണ്ടോ? ഇല്ല. അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഈ പഞ്ചവടി പായസം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ പഴനി അമ്പലത്തിൻ്റെ ചുറ്റുഭാഗം. പഞ്ചവടി പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ ചെറുപഴവും എല്ലാം കൂടെ കുഴച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം പായസമാണ്. ശരിക്കും അത് ഉണ്ടാക്കുന്ന രൂപം കണ്ടാൽ നമുക്കത് കഴിക്കാൻ തോന്നില്ല. അത് ഒരു സ്റ്റൈലാണ് അവിടുത്തെ. അത് മാത്രമല്ല, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്, അവിടുത്തെ ബാക്കിയുള്ള ഏരിയ ഒക്കെ പറഞ്ഞാൽ വളരെ എന്താ പറയുക, വൃത്തിയില്ലാത്തൊരു. ഞാൻ പോയിട്ട് ഓൾമോസ്റ്റ് ഒരു 25 കൊല്ലം മുന്നേ പോയതാണേ. അന്ന് പോയ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എന്നാൽ പഴനി ക്ഷേത്രത്തിൻ്റെ മുകളിൽ എത്രയോ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ഞാൻ മറന്നു. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതിവിശാലമായിട്ടുള്ള, സൗന്ദര്യം നിറഞ്ഞിട്ടുള്ള, പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഉയരത്തിൽ കയറുമ്പോൾ ഏറ്റവും ഭംഗി ഉണ്ടാവാൻ കാരണം മറ്റുള്ളതെല്ലാം ചെറുതായി പോകും, അല്ലേ? നമ്മൾ ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ
ഇവിടൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കാർപ്പറ്റും ഇതൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. പക്ഷേ ഇത് നമ്മൾ കുറച്ചും കൂടെ മുകളിൽ നിന്നാണ് നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഫുൾ പച്ചയായിട്ട് മാത്രമേ കാണൂ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മൾ കുറച്ച് ഉയരത്തിലുള്ള ആളായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രശ്നങ്ങൾ എപ്പോഴും എന്തായിരിക്കും? ചെറുതായിരിക്കും, വളരെ ചെറുതായിരിക്കും. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ ഈ പ്രോബ്ലംസ് ഈ വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുക. എന്നാൽ പ്രശ്നങ്ങളെ നമുക്ക് ചെറുതായി കാണാൻ പറ്റുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നമുക്ക് ജീവിക്കാം. ഒന്ന്, ഇത് നമ്മളുടെ പ്രോബ്ലംസ്, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമ്മളെ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എന്നാൽ ഇതിൻ്റെ പുറത്തിറങ്ങിയിട്ട് നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ആ പ്രശ്നത്തിനെ നമുക്ക് മുകളിൽ നിന്ന് നോക്കാം. മുകളിൽ നിന്ന് എങ്ങനെ നോക്കാം? നമ്മൾ ഒരു മലൻ്റെ ഉയരത്തിൽ കയറുന്നത് പോലെ, ശ്രദ്ധിച്ചോ, ഒരു മലയുടെ ഉയരത്തിൽ കയറുന്നത് പോലെ നമ്മളുടെ പ്രശ്നത്തിനെ നമ്മൾ പഠിക്കാൻ പോവാം. അപ്പോൾ ശരിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിനെ നമുക്ക് നമ്മളുടെ ഇപ്പോഴുള്ള എൻവിയോൺമെന്റ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചളിയുള്ളതും വൃത്തികേടായതും നമുക്ക് ഇഷ്ടപ്പെടാത്തതും ദുർഗന്ധം വമിക്കുന്നതൊക്കെ ആയിട്ടുള്ള പ്രദേശം ആണ് നമ്മളെ ഇപ്പൊ നിൽക്കുന്നത്. എങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ്. എന്നാൽ ഇതേ സ്ഥലത്തിനെ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇത് ഭംഗിയുള്ളതും പവിത്രമായതും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതുമായി മാറും. അതായത് നമ്മളുടെ പ്രശ്നങ്ങളെ നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റണം. അതായത് നമ്മൾ ഉയരത്തിൽ കയറണം എന്നർത്ഥം. ഓക്കെ, അങ്ങനെ കയറിപ്പോണെങ്കിൽ അതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ഉയരം. അങ്ങനെ കയറിപ്പോണെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണം. എന്താണ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. എന്താണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞേ, ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും എൻ്റെ ഇരു കൈകൾ കൊണ്ടും തടഞ്ഞു നിർത്താനുള്ള ശേഷി എനിക്കുണ്ട് എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം, ഉറച്ച ഇതുമാണ് എന്താ ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അല്ല, ചെറിയൊരു മുട്ടുസൂചിയുടെ കുത്ത് കിട്ടുമ്പോഴേക്ക് ഞാൻ തളരും എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. എന്ത് തന്നെ വന്നാലും, എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഉയരത്തിൽ കയറാൻ കഴിയുമെന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിജയമാണ് എൻ്റെ ലക്ഷ്യം എന്നും എനിക്കത് നേടാൻ ആവശ്യമായ എല്ലാ പ്രാപ്തിയും എൻ്റെ കയ്യിലുണ്ട് എന്നും ചിന്തിക്കുകയാണ്. ആ ചിന്ത വരുന്നതാണ് സത്യത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. ഈ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബിഹേവിയർ മാറും, നമ്മളുടെ പെരുമാറ്റം മാറും, സ്വഭാവം മാറുമല്ലേ? എന്താ കാരണം? നമുക്കിപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫർ ലക്ഷ്യം അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഫോട്ടോഗ്രാഫർ ലക്ഷ്യം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ, അയാൾ ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊരു വിലയില്ല. സത്യം, ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല കേട്ടോ, കോളേറ്റും ഒരു ബന്ധമല്ലേ. എന്ത് ചോദിച്ചാലും പ്രശ്നം. ഇന്ന കാര്യങ്ങൾക്കൊന്നും ഒരു വിലയില്ല, ഇന്ന ഒരു അംഗീകാരം എനിക്കില്ല. മനസ്സിലായോ? അത് നമ്മളോട് മാത്രമല്ല പറയാ, ആരോടും കൂടെ പറയും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ അവരോടും കൂടി പറയില്ലേ? പറയും. ഇത് അവർക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അവരതിൻ്റെ റെസ്പോൺസ് തിരിച്ചുണ്ടാവും. അത് തീർച്ചയായിട്ടും നെഗറ്റീവായിരിക്കും.
അന്നത്തെ ദിവസം നമ്മളതും പോയി, അയാളതും പോയി. ആണോ അല്ലേ? എന്നാൽ എൻ്റെ ലക്ഷ്യം ഫോട്ടോഗ്രാഫറാണ്, സമ്മതിക്കേണ്ട ആള് അയാളാണ്. അയാൾ എന്തായാലും നമുക്ക് മാറ്റാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. അയാളെ ഉള്ളിൽ കയറി പണിയെടുക്കണം. അപ്പോ അയാളുടെ എന്തൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ടോ അത് നോക്കിയിട്ട് നമ്മൾ പെരുമാറാൻ പഠിക്കുകയാണെങ്കിൽ, ക്ഷമയോടുകൂടി പെരുമാറാൻ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് നേടാൻ പറ്റും? നമ്മളെ ലക്ഷ്യത്തിൽ എത്താൻ പറ്റും. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. എന്താ മാറിയത്? ആദ്യം ഇതെന്തോ പറ്റിയില്ല ഈ സാധനത്തിന്. നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണ്? കൂക്കുണ്ട്. ആറ്റിറ്റ്യൂഡ് എന്താണ്? ആറ്റിറ്റ്യൂഡ് എന്താണ് മാറിയത്? എന്തൊക്കെ പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യം നേടും. അതിൻ്റെ ഫ്രണ്ടിലുള്ളത് എൻ്റെ ഭർത്താവാണെങ്കിൽ ആ ഭർത്താവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എനിക്ക് എൻ്റെ ലക്ഷ്യം നേടാൻ പറ്റും. ഭർത്താവിനെ ഒഴിവാക്കിക്കൊണ്ടല്ല. മനസ്സിലാക്കും? അവിടെയാണ് നമ്മളെ ഫോൾട്ട് വരുന്നത്. നമ്മൾ പല സമയത്തും അറിയാതെ പോലും പറയുന്ന ഒരു കാര്യമാണ്, ഇയാളെ കെട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്നോ രക്ഷപ്പെട്ടി. യെസ്, ഇങ്ങോട്ട് പറയും അങ്ങോട്ട് പറയും. അത് ചോദിച്ചു. അത് അയാൾ എന്തിനാ ചോദിക്കണ വെച്ചാല് അത് എങ്ങനെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് പോവാണെങ്കിൽ അയാൾക്ക് വേറെ കെട്ടനൊക്കെ എത്തിയിട്ടൊക്കെ അത് പോട്ടെ. അപ്പോ എന്താ സംഭവിച്ചത് അവിടെ? റിയാലിറ്റി എന്താ സംഭവിച്ചത്? നമ്മളെ നിയന്ത്രിക്കാൻ അവിടെ പഠിച്ചിട്ടില്ല. എങ്ങനെ നമ്മളുടെ കാര്യങ്ങളെ സാധിപ്പിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എന്ത് സംസാരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെ സംസാരിക്കണം എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. അത് നമ്മളുടെ ഉള്ളിലുണ്ടാവുമ്പോൾ നമ്മളുടെ സ്വഭാവം മാറും. അങ്ങനെ സ്വഭാവം മാറിയ ഒരാളെ അയാൾ അട്രാക്ട് ചെയ്യില്ലേ? ചെയ്യില്ലേ? ചെയ്യും. ഇത് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലുള്ള കുറച്ച് ഈ സ്വഭാവം മാറുമ്പോൾ നമ്മളെ ഉള്ളിൽ കുറച്ച് ബിലീഫ്സ് ഉണ്ടാവും. എന്താണ് ബിലീഫ്സ്? ആറ്റിറ്റ്യൂഡ് മാറി, ബിഹേവിയർ മാറി. എന്താണ് ബിലീഫ്സ്? എന്താണ് ബിലീഫ്സ്? നമ്മളെ ഉള്ളിൽ കുറെ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട്, കുറെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബിലീഫ്സ് ഉണ്ട്. അതായത് റീജിയണലി ഉള്ള, അതായത് നമ്മളുടെ മതപരമായിട്ടുള്ള വിശ്വാസം അല്ലാത്ത കുറെ വിശ്വാസങ്ങൾ നമ്മളെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതാണ് നമ്മളെ പല സമയത്തും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത്. സൗണ്ട് കുറച്ച് കൂട്ടാം. കുറച്ച് ഓക്കെ നോക്കട്ടെ. അപ്പോൾ എന്താണ് അതിന് സംഭവിക്കുന്നത്? അതിന്റെ റിയാലിറ്റി എന്താണ് ശരിക്കും? അങ്ങനെ ഞാൻ എൻ്റെ ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ ക്ലാസ്സിന് പോണ സമയത്ത് എൻ്റെ ജീവിതം മാറ്റിമറിച്ച ക്ലാസ് എന്ന് പറഞ്ഞാൽ മെയ് 2022 മെയ് 23, 24 ഡേറ്റുകളിൽ കോഴിക്കോട് കിങ് ഫോർട്ട് ഹോട്ടലിൽ വെച്ചിട്ട് ക്ലാസ് ആയിരുന്നു. അതിലാണ് ഞാൻ മാറിയത് കേട്ടോ. അതിലാണ് അത് NLP പഠിച്ച അന്ന് മുതലാണ് ഞാൻ മാറിയത്. അപ്പോൾ അന്ന് മുതലാണ് ഞാൻ ഇന്നെ തിരിച്ചറിയൽ തുടങ്ങിയത്. അങ്ങനെ ആ പഠിച്ച അന്ന് മുതൽ ഞാൻ മനസ്സിലാക്കി. അന്ന് പോരുമ്പോൾ എനിക്കൊന്നും അറിയില്ല, എന്തെങ്കിലും കിട്ടിക്കണമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സാർ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ്, ഞാൻ പോലും അറിയാതെ ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നിക്കാണ് ഞാൻ പിന്നീട് പ്രയോഗിച്ച സാധനം. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഇതേപോലെ 2ാമത്തെ സീറ്റിലോ 3ാമത്തെ സീറ്റിലായിട്ട് ഇരിക്കുകയാണ്. ഞാൻ അയാളെ വായിക്കാൻ നോക്കിയിരിക്കാന്നല്ല, എനിക്കൊന്നും അയാൾ ഒന്നും തിരിച്ച് ചോദിക്കാനുള്ള ഇതില്ല. എനിക്ക് എല്ലാം അറിയും ചെയ്യാം, പക്ഷേ പറയാനും കഴിയില്ല. ചോദിച്ചാൽ ഞാൻ കുടുങ്ങിയെന്ന് എനിക്കറിയാം. അയാൾ എന്നോട് ചോദിക്കൂല, കാരണം അയാൾ നല്ല അറിയാം എന്താ ചോദിച്ചാൽ ഉണ്ടാവുക എന്ന് അറിയുന്നോണ്ട് മിണ്ടൂല. അപ്പോൾ അയാൾ ഒരൊറ്റ വാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു വാക്കാണ്. കുറേ ഉണ്ട്, അതിലൊരു വാക്കാണ്. നമ്മളെ ഉള്ളിൽ ഒരു ബിലീഫ്സ് ഉണ്ട്. നമ്മളെ കുറേ കുഞ്ഞുനാളിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച കുറേ സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് കൊക്കിലൊതുങ്ങുന്നത് കൊത്താവും. അതിനർത്ഥം എന്താ? അതൊരു ലിമിറ്റഡ് ബിലീഫ്സ് ആണ്. അതായത് എന്നെക്കൊണ്ടൊക്കെ അത്രേ പറ്റുള്ളൂ. സാർ പറഞ്ഞതിനൊരു ആൻസർ, അതിന് നമുക്ക് വേറെ ഒന്നും നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അത് സംഭവം ശരി തന്നെയല്ലേ, കാരണം എൻ്റെ വായിൽ ഒതുങ്ങണല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊക്കട് വലുതാക്കിയാലോ? കഴിഞ്ഞു, പ്രശ്നം തീർന്നു, സിമ്പിൾ.
നമ്മളെ കൊക്കണ് വലുതാക്കി. അപ്പൊ നമുക്ക് എത്രയും കൊത്തിക്കൂടെ? പ്രശ്നം തോന്നും. ഇതേപോലെയാണ് നമുക്ക് നേടിയെടുക്കണം എന്ന് കരുതിയാൽ നമുക്കത് വലുതാണ്, അത് വേറുള്ള ആളുകൾക്ക് വലുതാണ് തോന്നുന്നു. പക്ഷെ നമുക്ക് തോന്നുന്നതാണ് അത് എനിക്ക് ഒതുങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ ഇതേപോലുള്ള കുറേ നെഗറ്റീവ് ബിലീഫ്സ് ഉണ്ട്, കുറേ സാധനം ഉണ്ട് നമ്മളെ ഉള്ളിൽ. അതായത് ലിമിറ്റഡ് ബിലീഫ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മളെ ഉയരാൻ അനുവദിക്കാത്ത കുറേ ബിലീഫ്സ് ഉണ്ട്. പല നാട്ടിലും പലതും ഉണ്ടാവും. ഇത് ചെറുപ്പത്തിൽ നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നമ്മളങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ട് ഇത് സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല, നമ്മളെ ബാക്കിയുള്ള നമ്മളുടെ സാഹചര്യങ്ങളും നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നൊക്കെ പഠിച്ചതാണ്. അങ്ങനെ പഠിച്ച് നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൽ ഇൻസ്റ്റാൾ ആയി പോയി. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ എന്തെങ്കിലും ഇറങ്ങുമ്പോഴേക്ക് നമ്മൾ ഈ ഫിയർ സോൺ അങ്ങോട്ട് പുറത്തേക്ക് ചാടും. അതങ്ങനത്തോടെ നിക്കോട്ടെ, ഈ പെണ്ണാണ്, മനസ്സിലായോ? നമ്മളോട് 15 വയസ്സാകുമ്പോഴത്തേന് പറയും, അല്ലെങ്കിൽ പെൺകുട്ടി ജനിച്ച ഉടനെ പറയും, ഇനിയിപ്പോൾ അന്നെ കെട്ടിക്കണം. 15 കൊല്ലം കഴിഞ്ഞിട്ട് അല്ല 18 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത്. ഈ ചെറിയ കുട്ടിനോട് പറയും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് അന്ന് മുതൽ നമ്മൾ പോലും അറിയാതെ നമ്മളുള്ളിൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇതേപോലുള്ള ഈ സാധനത്തെ നമ്മൾ പൊട്ടിച്ചെറിഞ്ഞേ പറ്റൂ. ഒന്ന്, നമ്മൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലം, ആ നിൽക്കുന്ന സ്ഥലത്ത് വളരെ വൃത്തികേടാ. നിങ്ങൾ നോക്കിയാൽ കാണാം, ഗൂഡല്ലൂർ ടൗണ് നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ പോയിക്കണോ? ഊട്ടി പോയിക്കണോ? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പോണട്ടോ? പോയിട്ടില്ല എപ്പോഴും? പോയിക്കണോ? ആ ഓക്കെ. ഗൂഡല്ലൂർ ടൗണ് നിങ്ങൾ കണ്ടാല് വൃത്തികേടാണ് അല്ലേ? എന്നാൽ നിങ്ങളെ ഊട്ടിയിൽ നിന്ന് രാത്രി ഇറങ്ങി വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ആ സൂയിസൈഡ് പോയിന്റിൽ കയറിയിട്ട് നിങ്ങൾ ഗൂഡല്ലൂർ ടൗണിനെ താഴേക്കോ നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ, അല്ലേ? യെസ്. അപ്പൊ ആ ടൗൺ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഉയരത്തിലായി. ഇതാണ് സംഭവം. ആ ഉയരം കയറലാണ് ഞാനിപ്പോൾ ഈ പഠിപ്പിച്ചു തരുന്ന സാധനം. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ആറ്റിറ്റ്യൂഡ് മാറ്റിയേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ്? ഒരൊറ്റ സാധനം നിങ്ങൾ ആദ്യം പറഞ്ഞ, ഇന്ന് ഞാൻ വന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ സാധനമാണ് നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറ്റാനുള്ള ഏറ്റവും വലിയ മരുന്ന്. എന്താണ്? എനിക്കതാവണം. ഇത് നിങ്ങൾ ഉറച്ചു പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് മാറും. എന്തുകൊണ്ടാണ്? ചൂടായാൽ അടി കിട്ടും. അപ്പൊ ഏറ്റവും നല്ല എന്താണ്? ചൂടാകാതെ കാര്യം സാധിക്കണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയാം. എന്താ? ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയുന്ന അത്ര വേറൊരാൾക്കും അറിയില്ല. അതായത് നിങ്ങളെ ഭർത്താക്കന്മാരുടെ ഏറ്റവും വലിയ വീക്ക്നെസ് എവിടെയെന്ന് നിങ്ങൾക്കറിയാം. ഓരോരുത്തർക്കും ഓരോന്നേക്കാരം. ഇയാളോട് എന്ത് പറഞ്ഞാലാണ് ഇയാൾ കൊളത്തുക നിങ്ങൾ ശരിക്കറിയും നിങ്ങളൊക്കെ. പക്ഷെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാല്, ചില സമയത്ത് ഈ സാധനം പ്രയോഗിക്കാൻ അറിയില്ല. അവിടെയാണ് പ്രശ്നം. സമയോചിതമായിട്ട് അതിനെ ഉപയോഗിക്കാൻ അറിയില്ല. അത് പഠിച്ചാൽ സംഭവം മാറി. വെരി സിമ്പിൾ. ഇതൊക്കെ നമ്മളെ ഉള്ളിലുള്ളതാ. ഇതൊന്നും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങാനും വേണ്ട, എവിടുന്ന് പഠിക്കാം. ഇതൊക്കെ നമ്മളെ ഉള്ളിലിടാം. ഒന്ന് എന്ത് ചെയ്താൽ മതി? അതിനൊന്ന് അലൈൻ ചെയ്ത് സെറ്റാക്കിയാൽ മതി. ഫുൾ, വേറെ ഒന്നുമില്ല. എന്താ കാരണം അറിയങ്ങളെ? ഇനിയിപ്പോ ക്രിസ്മസ് വെക്കേഷൻ വരികയാണ്. അപ്പോൾ സംഭവം ക്രിസ്മസ്, ഈ കുട്ടിക്ക് മദ്രസ ഉണ്ടാവും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ മദ്രസ ഉണ്ടാവുമ്പോൾ സ്കൂൾ ഉണ്ടാവില്ല, സ്കൂൾ ഉണ്ടാവുമ്പോൾ മദ്രസ ഉണ്ടാവില്ല. ഇത് രണ്ടും കൂടി ഉണ്ടാവുമ്പോൾ, രണ്ടും കൂടി ഇല്ലാത്ത സമയത്ത് നമുക്ക് തന്നെ പോകാനും പറ്റൂല. ഇതാണ് ഉണ്ടാവുക. പണ്ട് ഹരിശ്രീശോകം പറഞ്ഞ മാതിരിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അപ്പോൾ നമ്മൾ വെക്കേഷൻ നമ്മളെന്നോ ഡേറ്റ് കുറിച്ച് വെച്ചിട്ടുണ്ടാവും. എന്തിനാണ്? നമ്മൾ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊക്കെ ഈ കണ്ട ഈ മോന്തൊക്കെ ഒന്ന് കാണാതെ ഇനി കുറച്ച് ദിവസം എൻ്റെ മണ്ടടുത്ത് പോയി നിന്നിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഒറ്റയടിക്ക് ചോദിച്ചാൽ എന്ത് ചെയ്യൂല? അയക്കൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതുവരെ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ചൂടായിരുന്നു എന്തെങ്കിലും പറഞ്ഞാല് കുട്ടികളെ പലതും കട്ടിനു നമ്മൾ. പക്ഷേ അത് നമ്മളെ ഉള്ളിലോട്ട് ഇൻസ്റ്റാൾ ആവുന്നതോട് കൂടിയിട്ട് യെസ് നമ്മൾ ഫുള്ള് മാറും. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ഞാൻ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഫുള്ള് മാറും. എന്താ കാരണം? നമ്മളെ ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്തു. എന്താണ്? നമുക്ക് പെർമിഷൻ കിട്ടണം. എവിടെങ്കിലും ഒരു വാക്ക് പയച്ചാൽ പോയി, കംപ്ലീറ്റ് പോയി. ആ വെക്കേഷൻ പോയി, പിന്നെ കിട്ടൂല, കംപ്ലീറ്റ് പോയി. കാരണം അപ്പൊ അയാളെ ദേഷ്യം വരാതെ അയാളെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷേ നിങ്ങൾക്കൊരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ ഉള്ളിൽ ലക്ഷ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ട്,
പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എന്തിനാണ് നിയന്ത്രിക്കേണ്ടതെന്ന് നിങ്ങൾ പഠിച്ചില്ല. അതാണ് കുഴപ്പം. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ ഈ സാധനം ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ സ്വഭാവം ഓട്ടോമാറ്റിക്കലി മാറും. അങ്ങനെ നിങ്ങളെ ആറ്റിറ്റ്യൂഡ് മാറിയപ്പോഴാണ് എന്തുണ്ടായത്, എന്ത് വന്നാലും ശരി ഈ വെക്കേഷനിന്റെ വീട്ടിലേക്ക് എനിക്ക് പോയേ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ഇതേപോലെ പറഞ്ഞാൽ ചിലപ്പോൾ എന്താവും, സംഭവം കംപ്ലീറ്റ് കൊളാവും. നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ ഈഗോ വർക്കൗട്ട് ആവും, പ്രശ്നമാവും. അപ്പോൾ അതേസമയം നിങ്ങൾ എന്ത് ചെയ്യും, അത് വിദഗ്ധമായി എപ്പോഴാ പറയാൻ പറ്റുന്ന സമയം അപ്പോൾ മെല്ലെ മെല്ലെ പറയും. അതിന് പുറമെ നീ അമ്മായിമ്മ സമ്മതിച്ചിട്ടില്ല, അതുവരെ അയാളെ കൊണ്ട് സമ്മതിപ്പിക്കും. അതിന് പുറമെ അയാൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ ചൂടാവില്ല. അയാൾ നേരെ വൈകി വന്നാൽ ചൂടാവില്ല, അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ചൂടാവില്ല, അതൊന്നും കുഴപ്പമുണ്ടാവില്ല. എന്താ കാരണം, നമ്മളെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് ലക്ഷ്യം നമ്മൾ ഫിക്സ് ചെയ്യും. അങ്ങനെ നിങ്ങൾ അന്ന് ഫിക്സ് ചെയ്തതുകൊണ്ടാണ് അപ്പൊ അത് ഫിക്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ ഷോർട്ട് ടൈംസ് ആണ്, ചെറിയ ചെറിയ ഇടവേളക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ വെക്കേഷൻ കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ ആവശ്യമില്ല, പിന്നെ അടുത്ത വെക്കേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, സെറ്റ്. ഇത് അങ്ങനെയല്ല, ഇത് ലൈഫിൽ മൊത്തം മാറാളാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതിനെങ്ങനെ മാറ്റുന്നതാണ്, അപ്പോഴേ നമ്മൾ മാറും. ആ നമ്മൾ മാറുമ്പോൾ നമ്മൾ പറയുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ ആരാണോ നമ്മളുടെ ശത്രുവായി നിന്നത് നമ്മളുടെ കാഴ്ചപ്പാടിൽ, അയാൾ നമ്മളുടെ മിത്രമായി മാറും. ഇത് റിയാലിറ്റിയാണ്. ഞാൻ അനുഭവിക്കാത്ത ഒരു സാധനം നിങ്ങളെ ഞാൻ പഠിപ്പിക്കൂല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളെ കൊക്കട വലുതാക്കി എനിക്ക് വേണ്ടത് വലുതാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആ മാറ്റി നമ്മളെ സ്വഭാവം അതിനനുസരിച്ച് മാറും. ബിലീഫ്സ്, ഈ പറഞ്ഞ പോലുള്ള ബിലീഫ്സ്. പിന്നെ എന്താ പ്രശ്നം, നമുക്കിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചിന്ത ഉണ്ട്. എന്താ വെച്ചാല്, ഒരു കാക്കനെ കണ്ടാല് സങ്കടം, ഒരു മൈനനെ കണ്ടാൽ സങ്കടം, മലയാളം, രണ്ടെണ്ണം കണ്ടാൽ സന്തോഷം. അങ്ങനെ രാവിലെ മങ്കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ആകെ ടൈമിനുള്ളൂ ബസ്. അപ്പോൾ ഇവര് കുത്തിമറിഞ്ഞ് വരുമ്പോഴത്തേനും ബസ് ചിലപ്പോൾ പോകും. അപ്പൊ സ്വാഭാവികമായിട്ടും മങ്കട വേണ്ട, പോട്ടെ, മങ്കടായ വേറെ കുഴപ്പമുണ്ട്. മങ്കടായ അതൊക്കെ ഇങ്ങോട്ട് മുറിഞ്ഞാ പോരുന്നത്. നിങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ വേറെ ആരാളെ, പെരിന്തൽമണ്ണെന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. KSRTC ഉള്ള സ്ഥലത്ത് നിന്ന് ആരെങ്കിലും പേരുണ്ടോ? ഇല്ല. നിങ്ങള് ഒരു ഉദാഹരണം, നിങ്ങളെ ഭാഗത്തുനിന്ന് ഒരു KSRTC ബസ് ഉണ്ട്. പാലച്ചർമാട്, കോട്ടക്കൽ പാലച്ചർമാടിന് ഒരു ആരാ പാലച്ചർമാടിന് എൻ്റെ അയവാ, അവിടുന്ന് ഒരു ബസ് ഉണ്ട്, KSRTC ഉണ്ട്. പക്ഷെ നിങ്ങൾ പോരുന്നത് രാവിലെ 8 മണിന്റെ ബസ്സിനാണ് എന്ന് കരുതിക്കോ. ഇപ്പൊ എത്ര മണിക്കാണ് വരുന്നത് എനിക്കറിയില്ല. 8 മണിന്റെ ബസ്സിനാണ് വരുന്നത്. ആ ബസ്സിന് വന്നാൽ നിങ്ങൾ ഇവിടെ കൃത്യം 10 മണിക്ക് എത്തും, എല്ലാം കഴിഞ്ഞെത്തും, എല്ലാ കാര്യവും കഴിഞ്ഞെത്തും, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് വരാം എല്ലാം. അപ്പൊ അതുവരെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ വീട്ടിലുള്ള എല്ലാ അടുക്കും എല്ലാ പണിയും കഴിച്ചിട്ട് ചില ആൾക്കാർക്ക് പോരാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മൾ ആകെയുള്ള ലക്ഷ്യം എന്താണ്, നമ്മളെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണം. ഇതിനാരും തടസ്സം നിൽക്കാൻ പാടില്ല. അപ്പൊ എല്ലാ പണിയും പേറിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വരുള്ളൂ. ഓല ഒരു ബുദ്ധിമുട്ടും ആക്കാതെ മാക്സിമം. നിങ്ങളെങ്ങനെ വരുന്ന എനിക്കറിയില്ല കേട്ടോ, ഞാൻ സാധാരണ പറഞ്ഞാണ്, ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ വരിക. ഇതൊക്കെ കഷ്ടപ്പെട്ട് വരുന്ന സമയത്ത് നമ്മളെ ചെരുപ്പിന്റെ വാറ് പൊട്ടാനായിട്ടുണ്ട്, ചെരുപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല, നാളെ വാങ്ങാൻ ഇനി അടുത്ത ആഴ്ച വാങ്ങാന്നൊക്കെ കരുതി ഇങ്ങനെ പോവാണ്. അപ്പോൾ മുറ്റത്ത് കണ്ട് ഇറങ്ങുമ്പോൾ ഒരു മൈനനെ കണ്ടു, ശ്രദ്ധിച്ചോ? അങ്ങനെ അപ്പം തന്നെ നമ്മളെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തു, ഇന്നത്തെ ദിവസം എന്തായി, കൊളായി. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഇനി ഓരെന്നെ പാലച്ചർമാർ പിന്നെ നോക്കണ്ട, ആരെങ്കിലും കൂട്ടിയാൽ മതി, നിങ്ങളെ ഇനി ഓലെന്നെ എത്തി പറയണ്ട. അപ്പോ അങ്ങനെ ഇറങ്ങി കുറച്ചങ്ങോട്ട് വന്നപ്പോ ചെരുപ്പിന്റെ വാറ് പൊട്ടി. ആദ്യം പറയാ, ആ മൈനനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇന്നത്തെ കാര്യം. ഫസ്റ്റ് അത് കഴിഞ്ഞ് ചെരുപ്പ്, പിന്നെ വേറെ പഴയ ചെരുപ്പൊക്കെ എടുത്ത് ഓടി വന്ന് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ എന്നും വരുന്ന ബസ് അതും പോയി. അടുത്ത എന്താ പറയപ്പോ, ആ മൈനനെ കണ്ടപ്പോഴേ എനിക്കറിയാം ഇന്നത്തെ. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്ത് കുലുമാലാണാവോ ഉണ്ടാവുമ്പോൾ, ടീച്ചർ ചിലപ്പോൾ ചീത്തക്കരം, ചിലപ്പോൾ എന്തൊക്കെ ഉണ്ടാവോ എനിക്കറിയില്ല. അങ്ങനെയുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇങ്ങനെ പോരുന്നത്. ഓക്കെ,
ബസ് കിട്ടിയില്ല, കുറേ നേരം കാത്തുന്നു. അപ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൻ്റെ തിരക്ക് തുടങ്ങുകയാണ്. പിന്നെ നമുക്ക് കയറാനുള്ള സ്പേസ് അവിടെ കിട്ടൂല. ബസ്സിൽ ഫുൾ ആളാണ്, ഒരു രക്ഷയില്ല. എന്തായാലും എത്തണം എന്ന് കരുതിയ ഒരു ഉദ്ദേശം ഉള്ളത് കൊണ്ട് നമ്മൾ അതിലെ വന്ന് KSRTC കയറി. KSRTC കയറി. KSRTC ഫുൾ ആളുണ്ട്. പക്ഷെ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സീറ്റൊക്കെ കിട്ടി. നമ്മൾ സ്വസ്ഥമായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് പുത്തൂർ എത്തിയ സമയത്ത് തന്നെ KSRTC പഞ്ചറായി. പഞ്ചാരല്ല, എനിക്ക് അതന്നെ ശീലമുള്ളതാണ്. പഞ്ചാരല്ല. അപ്പോൾ പഞ്ചറായി. അപ്പോൾ ഇത് സംഭവിച്ചപ്പോൾ നമ്മൾ എന്താ പറയാ, മൈനനെ കണ്ടപ്പോൾ ഇതിങ്ങനെ ഉറക്കുക. നമ്മുടെ ഉള്ളിൽ ആ നെഗറ്റീവ് ബിലീഫ്സ് ഇങ്ങനെ ഉറച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ആ ബസ്സിൽ 50ഓളം ആൾക്കാരുണ്ട്. ഒരാരും നിങ്ങൾ കണ്ട മൈനനെ കണ്ടിട്ടോ? ഓർക്കൊക്കെ നേരം വൈകുന്നുണ്ട് ഇല്ലേ? KSRTCക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അടുത്ത ബസ് നിന്നിട്ട് പോരാൻ പറ്റുള്ളൂ. KSRTCന്റെ ഓല് വേറെ ബസ്സിൽ കയറ്റി വിടുക, പൈസ തിരിച്ച് തരൂല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ KSRTC കയറി പോകുന്ന സമയത്ത് 50ഓളം ആൾക്കാർ ആ KSRTCയിലുണ്ട്. പക്ഷേ ഓലാരും കാണാത്ത മൈനനെ കണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് മാത്രം മൈനനെ കണ്ടതുകൊണ്ട് അസുഖം, പ്രശ്നം. വേറെ ആർക്കും മൈനനെ കണ്ടിട്ടില്ല. ഓൽക്കും ഇതേ പ്രശ്നമുണ്ട്. മൈനയാണോ അതിൻ്റെ കുഴപ്പം? അല്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ കൃത്യമായിട്ട് ചെയ്തില്ല. അതല്ലേ സത്യം? നമ്മൾ ചെരുപ്പ് മാറ്റേണ്ട സമയത്ത് നമ്മൾ ചെരുപ്പ് മാറ്റിയില്ല. അത് മാറ്റിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവോ? ഇല്ല. ഇതേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ സംഭവിക്കണുള്ളൂ. എല്ലാം കൊണ്ടും. ഇതിന് ഒരു സാധനം കൂടി പറഞ്ഞിടാം. ഏറ്റവും ബുദ്ധിമാനായ ജീവി മനുഷ്യനാണ്. അപ്പോൾ ഈ ചെറിയ മനുഷ്യൻ, നിങ്ങൾ ഈ ആനനെ കണ്ടിട്ട് നിങ്ങളെ ആന കണ്ടിട്ടോ? ആന കണ്ടില്ലേ? ഓക്കെ. ആന വലുതാ ചെറുതാ? വലുത്. ആനനെ നോക്കുന്ന പാപ്പാൻ എത്ര സൈസ് ഉണ്ടാവും? ചെറുത്. എന്നാൽ ആന ഇങ്ങനെ പറയണതൊക്കെ ഇങ്ങനെ കേൾക്കും. അയാൾ പറയുന്നത് കേൾക്കൂലേ? എന്താ കാരണം? അല്ല, അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഒരു ബിലീഫ്സ് കുത്തിവെച്ച, നെഗറ്റീവ് ബിലീഫ്സ് കുത്തിവെച്ച ഒരു പരിപാടി. എന്താ വെച്ചാല് ആനനെ, നിങ്ങൾ ആനപ്പന്തി കേട്ടോ? എന്താ ആനപ്പന്തി? എന്താണ്? എവിടെ? കരളായി, നെടുങ്കായം. നിലമ്പൂർ ഭാഗത്തല്ലേ? നിലമ്പൂരല്ലേ? ഓക്കെ, ഗുരുവായൂരുണ്ട്. അപ്പൊ അത് ഈ കണ്ടത് കരളായിയാണ്. ഒരു കോളനി കൂടെ അങ്ങനെ പോയിട്ടല്ലേ? അത് കരളായിയാണ്. അതായത് നെടുങ്കായം. ഒരു പാലം കടന്ന് പോയിട്ട് നെടുങ്കായം. അവിടെ നമുക്ക് കണ്ടറിയാം, തേക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയില്ലേ. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വാരിക്കുയിൽ വീണ ആനനെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്യുന്ന സ്ഥലമാണത്. ഇപ്പൊ അതൊന്നും ഇല്ല തോന്നുന്നു എനിക്ക്. അത് ഉപയോഗിക്കണില്ല എന്തായാലും. അപ്പൊ ആനനെ മെരുക്കി അതിലിട്ടിട്ട് ആനന്റെ കാലിൽ ഒരു ചങ്ങലിടും. നിങ്ങൾ എപ്പോഴും ആനന്റെ കാലിൽ ചങ്ങല കാണാം അല്ലേ? ആനന്റെ കാലിൽ ഒരു ചങ്ങലിടും. അപ്പൊ നമ്മള് ചെയ്യാത്തൊരു പണി നമ്മളുടെ ശരീരം കൊണ്ട് ചെയ്താൽ അവിടെ മുറിവുണ്ടാവും ആദ്യം അല്ലേ? പിന്നെ അത് തഴമ്പായി മാറും. അങ്ങനെയല്ല ഉണ്ടാവുക? നമ്മളിപ്പോ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് ആ തളപ്പെടുത്തിട്ട് കയറിയാൽ നമ്മളെ കാലിൽ എന്താവും? മുറിവുണ്ടാവും. പിന്നെ എന്താവും? അത് തഴമ്പായി മാറും. അപ്പോ ഈ ആനന്റെ കാലിൽ ചങ്ങലിടും. ആനന്റെ കാലിൽ ചങ്ങലിട്ടിട്ട് ആനന്റെ കാലിൽ മുറിവുണ്ടാവും. അങ്ങനെ മുറിവുണ്ടാവുമ്പോൾ ഇതിന് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യൂല. അപ്പൊ ഇതിങ്ങനെ പഴുത്തൊലിച്ചിട്ട് നിൽക്കുന്ന മുറിവായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ കാല് ഇളക്കുമ്പോൾ എന്തുണ്ടാവും? അത് വേദനിക്കും. അങ്ങനെ വേദനിച്ച് ശീലായപ്പോൾ ആനന്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ആയി എൻ്റെ കാലിൽ മുറിവുണ്ട്, ചങ്ങലുണ്ട്, അതുകൊണ്ട് അത് വേദനിക്കും. അപ്പൊ ഞാൻ ആ കാലം എന്ത് ചെയ്യാൻ പാടില്ല? അനക്കാതിരിക്കലാണ് എനിക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അതിന് വല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഓൾറെഡി ഇൻസ്റ്റാൾ ആയി. അപ്പോൾ
സ്വാഭാവികമായിട്ടും ഈ ആനക്ക് സത്യത്തില് ആനയുടെ കാലിലെ ചങ്ങലൊക്കെ പൊട്ടിക്കാം, അതിനുള്ള ശക്തിയൊക്കെ ആനക്കുണ്ട്. പക്ഷെ ആനത് ചെയ്യൂല. അത് കാലാകാലങ്ങളായിട്ട് ആനൻ്റെ ഉള്ളിൽ ഈ നെഗറ്റീവ് ബിലീഫ്സ്, ലിമിറ്റഡ് ബിലീഫ്സ് അവിടെ കുത്തിവെച്ചത് കൊണ്ട് ആന എവിടെ പോയാലും പാപ്പാൻ പറയുന്നത് കേൾക്കും, പാപ്പാന് അനുസരിക്കും, ഒക്കെ ചെയ്യും, ആന പറയുന്നതൊക്കെ ചെയ്യും. എന്നാൽ ഇതേ ആന മതം പൊട്ടുന്ന സമയത്ത് ആ ആന ഈ ചങ്ങല പൊട്ടിക്കും. അപ്പൊ പാപ്പൻ പറഞ്ഞ് കേൾക്കൂല. എന്താ കാരണം വെച്ചാൽ ഈ മെമ്മറി ഔട്ടായി, ഭ്രാന്തളകാണ്. പിന്നെ ആനക്ക് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ആന പൊട്ടിക്കും. അതേ ആനക്കതിന് മുന്നേ പൊട്ടിക്കാനും. പക്ഷെ എന്ത് ചെയ്തു? ആനൻ്റെ ഉള്ളിൽ ഈ ബിലീഫ്സ് വേദനിക്കും. നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് മാറിക്കഴിഞ്ഞാലും അവിടെ തൊടുപോയൊക്കെ ഒരു ഇങ്ങനെ ഇറുകുന്നത് കാണാം നിങ്ങൾക്ക് അല്ലേ. നമ്മളാണെങ്കിലും നമുക്കൊരു ചെറിയ ഫീല് വരും കുറച്ച് കഴിയുമ്പോൾ. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റൈലാണ്. ഈ സാധനമാണ്, ഈ ബിലീഫ്സാണ് നമ്മളെ ഉള്ളിലുള്ളത്. നമ്മൾ പൊങ്ങാൻ പാടില്ല, നമ്മൾ ഉയരാൻ പാടില്ല. അങ്ങനെ നമ്മളെ ലിമിറ്റ് ചെയ്ത് നമ്മളെ ജീവിതത്തിലുള്ള ഒരു സാധനത്തിന് നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ആക്കി മാറ്റി. ഇതാണ് റിയാലിറ്റി. അപ്പോൾ ഈ ബിലീഫ്സ് നമ്മൾ ഒഴിവാക്കണം. എങ്ങനെ ഒഴിവാക്കുക? നമ്മളിതിന് കുറേ തെറാപ്പികളൊക്കെ ഉണ്ട് ഇത് ചെയ്യാനുള്ളത്. അത് കുറേ തെറാപ്പി എന്ന ഇരുന്നിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ അടുത്ത ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒന്ന് തരാം. ബാക്കി നിങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. മെഡിറ്റേഷൻ മാതിരി സാധനം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ശരീരം നമ്മൾ സൂക്ഷിക്കണ പോലെ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ എനർജി നമുക്ക് തരുന്ന സാധനമാണ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്. കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല, പക്ഷെ ഇതാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സാധനം. ഈ മനസ്സിൻ്റെ എനർജി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്കാവില്ല. മനസ്സിലായോ? അപ്പോൾ ഈ മനസ്സിൻ്റെ എനർജി നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാണ് ഈ ലിമിറ്റഡ് ബിലീഫ്സ്. ആ ലിമിറ്റഡ് ബിലീഫ്സ് ഒരുപാട് ചെറുപ്പത്തിൽ തരുന്നതാണ്, ഒരുപാട് ചെറുപ്പത്തിൽ കുത്തിവെച്ച് തുടങ്ങിയ. അതുകൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞ 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതിനെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കില്ല. പലതും ഉണ്ടാവും, പല അടുക്കുകളായി ഇങ്ങനെ നമ്മളെ മേലെ വെച്ച സാധനമാണ്. ഇത് എടുത്ത് എറിയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ബിലീഫ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം. നമുക്ക് മനസ്സിലാവുണ്ടോ? ഒഴിവാക്കണം. അതിൽപ്പെട്ട ഒന്നാണ് നമ്മൾ ഈ ചെറിയ കുട്ടി. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിക്കണോ എനിക്കറിയില്ല, ഞാൻ പറയണേ. ഒരു പെൺകുട്ടി, നിങ്ങളെ കുട്ടിയെ കരുതിക്കോ, അവിടെ ഒരു കല്യാണ വീട്ടിൽ നിങ്ങൾ പോയി. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ നിങ്ങളൊരു സുഹൃത്തിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബന്ധുവിനെ കണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നിങ്ങളോട് പറയാം, അതാരാ ചോദിച്ചു പറയണേ, അതിൻ്റെ ചെറിയ മോളാണ്, മറ്റേത് 2 മോളാണ്, ഇത് ഞാൻ ആൺകുട്ടിയാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഇത് എനിക്ക് മോളാണ് കിട്ടിയത്, അവളാണെങ്കിൽ കുറച്ച് കറുത്തിട്ടുമാണ് എന്ന് നമ്മൾ പറയണം. ആരോടാ പറയണത്? ബന്ധുവിനോടാണ് പറയണത്, അല്ലെങ്കിൽ നമ്മളോട് ഓരോടാ പറയണത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടിൻ്റെ ഒരു ചെവി നിങ്ങളടുത്തായിരിക്കും, ഈ കുട്ടി അത് കേട്ടിട്ടുണ്ടായിരിക്കും. അത് ആ കുട്ടീനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് താഴേക്ക് വലിക്കും. ഇതുകൊണ്ടാണ് കറുപ്പ് എന്ന് പറയുമ്പോഴത്തിന് ഇറിറ്റേഷൻ ആണ് പെൺകുട്ടിക്ക്. ഒരു കാരണം, കുറേ കാരണങ്ങളുണ്ട്. ഒരു കാരണം. പിന്നെന്താ ഉണ്ടാവുക? ഞാൻ ആൺകുട്ടിയായിരുന്നെങ്കിൽ ഇന്ന ആൺകുട്ടി ആഗ്രഹിച്ചു, ഞാൻ അപ്പോൾ പെണ്ണായതുകൊണ്ട് ഇന്നെന്തില്ല, ഇന്ന ഇഷ്ടക്കുറവ്. ഇതൊക്കെ അറിയാതെ കയറിക്കൂടുന്ന സാധനം. ഇതൊക്കെ ഉണ്ടാവും. ഇതേപോലെ നിങ്ങൾ കുട്ടികളുടെ ആലോചിക്കല്ലേ, ഇതേപോലെ നമ്മുടെ ഉള്ളിൽ പലതും കയറിക്കൂടിയിട്ടുണ്ടാവും. ഈ സാധനമാണ് നമ്മളെ പോയി വരാനയക്കാത്തത്. സാധിക്കില്ല. ഇതിനെ നമ്മൾ പൊളിച്ചടിക്കേ പറ്റുള്ളൂ. ഇതിനെ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ പവർ എന്താണ്. അപ്പം നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പബിലിറ്റി, അതായത് എന്തെല്ലാം സ്കില്ലുകളാണ് ഇനി ഞാൻ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ സാധനങ്ങൾ മുഴുവൻ പോകാതെ നമുക്കത് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കാരണം നമ്മളെ ഫിൽട്ടർ ചെയ്ത് ക്ലീൻ ചെയ്ത് അടിത്തട്ടിലെത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇതിലേക്ക് കിണർ ക്ലീൻ ചെയ്യുന്ന പോലെ ക്ലീൻ ചെയ്ത് താഴേക്ക് എത്തുമ്പോഴാണ് മനസ്സിലാവുക, ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ വലിയ മോട്ടർ വേണം, അല്ലെങ്കിൽ ഇതിന് കുറച്ചും കൂടെ ആയുധങ്ങൾ വേണമെന്ന് നമുക്ക് മനസ്സിലാവുക ഇനി കയറിപ്പോണേ. അതേപോലെ ഇതിനൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നിൽ കുറച്ച് സ്കില്ലുകൾ കുറവുണ്ട്, അത് ഞാൻ എന്ത് ചെയ്യണം,
ഡെവലപ്പ് ചെയ്യണം. ക്യാപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ സ്കില്ലാണ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത്. മറ്റേത് സ്കില്ലാണ്, ഡെവലപ്പ് ചെയ്യാത്തതിനാണ്. അപ്പോൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നല്ല ക്യാപ്പബിലിറ്റി വേണം. അപ്പോൾ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്ത് ക്യാപ്പബിലിറ്റി ആയി മാറണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പരിശീലനം നമ്മൾ ചെയ്യണം. ചിലപ്പോൾ നമ്മൾ എഴുതാനായിരിക്കും, വായിക്കാനായിരിക്കാം, ചിലപ്പോൾ നമ്മൾ സംസാരിക്കാനായിരിക്കാം. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് ആ ക്യാപ്പബിലിറ്റി ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും നമ്മളെ തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ടൈം ലൈൻ ആയിട്ടുണ്ടാവും. അതായത് ഈ ടൈം ലൈൻ ആയിട്ടുണ്ടാവും 4 months, 8 months, 4 weeks, 8 weeks, 12 weeks, 16 weeks. ഇതായിട്ടുണ്ടാവും. ഈ 16 വീക്സ് ആവുമ്പോഴേക്ക് എന്ത് മനസ്സിലാവും? പുറത്തുള്ള ആളുകൾക്ക് നമ്മളെ മനസ്സിലാവും, നുസൈബ മാറിയിട്ടുണ്ട്, മനസ്സിലായോ? രഹന മാറിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും ഇവിടെ മാറിയിട്ടുണ്ട്. ഇവളിപ്പോൾ പഴയ പോലെ ഒന്നല്ല, ഇവക്ക് എന്നോട് കുറച്ച് ഇപ്പം എന്നോട് ഇഷ്ടമല്ല എന്ന് തോന്നണേ. നിങ്ങൾക്ക് പല സമയത്തും ചിലപ്പോൾ തോന്നും ഇയാൾക്ക് ഇപ്പം എന്നോട് പഴയ പോലെ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയുന്നത് കേൾക്കാത്തത്. പണ്ട് ഞാൻ മുന്തിരി എന്ന് പറയുമ്പോൾ ഒരു മുന്തിരിത്തോപ്പ് കൊണ്ടുവന്ന് തന്നിട്ട് ആളാണ്. ഇപ്പോൾ ഒരു മുന്തിരി എന്ന് പറയുമ്പോൾ നമുക്കൊരു ചവിട്ടം കിട്ടണം, നമുക്ക് തോന്നും. അതേ സാധനം തിരിച്ചയാൾക്ക് തോന്നലുള്ളൂ. ഇപ്പോൾ ഇവയ്ക്ക് എന്താ അറിയില്ല, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഇത് തോന്നലുള്ളൂ. ആ തോന്നൽ ഇപ്പോൾ ഇവർക്ക് ഭയങ്കര ബഹുമാനമാണ് എന്നോട്. എൻ്റെ ഇഷ്ടങ്ങളെ മുന്നേ പരിഗണിക്കായിട്ടൊന്നുമല്ല, പക്ഷെ അത് അയാൾക്ക് ഫീൽ ചെയ്യണം. ഇതാണ് ഈ തമ്മിലുള്ള ഈ എനർജി കണക്ഷനാണ്. ഇത് വരുന്നതോട് കൂടിയിട്ട് അവിടെ സാധനം ഉണ്ടാവും, സ്ട്രോങ് ആവും. പിന്നെ നിങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്കല്ല ചെയ്യുക, നിങ്ങൾ പറയുന്ന രൂപത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു തരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അയാൾ മാറും. അതുവരെ മാറില്ല, മനസ്സിലാവും. അപ്പം നമ്മൾ ഐഡൻറ്റിറ്റി നമുക്ക് മനസ്സിലാവും. നമ്മൾ ആരാണ്, ഞാൻ ആരാണ്, നമ്മൾ ഐഡൻറ്റിറ്റി നമുക്ക് വെളിവാവും. ഞാൻ എന്തിലേക്കാണ് പോകേണ്ടത്, കൃത്യമായിട്ടുള്ള ഐഡൻറ്റിറ്റി മനസ്സിലാവും. അതോടുകൂടി നമ്മളെ പർപ്പസിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയായ മാർഗമായിട്ട് മാറും. ഈ സ്റ്റെപ്പുകളില്ലാതെ കയറാൻ കഴിയില്ല. പ്രത്യേകത ഒന്നുകൂടി നോക്കിക്കോ. ഇപ്പോൾ നിൽക്കുന്ന എൻവിയോൺമെൻറ്റിൽ നിന്ന് നമ്മളിതാ ആറ്റിറ്റ്യൂഡ് മാറുന്നു, ആറ്റിറ്റ്യൂഡിൽ നമ്മളെ ബിഹേവിയർ മാറുന്നു, നമ്മളെ ബിലീഫ്സ് ഒഴിവാകുന്നു, നമ്മളെ ഇവിടെ ക്യാപ്പബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നമ്മളെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞാൽ പർപ്പസിലെത്തുന്നു. ഇപ്പം നമ്മൾ എവിടെ എത്തി? ഉയരത്തിലെത്തി. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഉയരത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നല്ലൊരു ഐഡൻറ്റിറ്റി എനിക്കുണ്ട്. അതായത് എനിക്ക് നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എല്ലാ സ്ഥലത്തും. നമ്മൾ മേലെന്നാണ് നോക്കുന്നത്, അപ്പം നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ ആദ്യം ഉണ്ടായതിൻ്റെ രൂപത്തിൽ നിന്ന് മാറുകയാണ്, ചേഞ്ച് ആവുകയാണ്. അപ്പോൾ നല്ലൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അങ്ങനെ താഴത്തേക്ക് നല്ല ക്യാപ്പബിലിറ്റി, എനിക്ക് നല്ല കഴിവുണ്ട്. ഇപ്പോൾ എൻ്റെ കഴിവുകളൊക്കെ ഞാൻ നല്ല ഡെവലപ്പ് ചെയ്തിട്ട് നല്ല കഴിവുണ്ട്. അടുത്തെന്താ വെച്ചാൽ നേരെ തിരിച്ചു എൻ്റെ നല്ല വിശ്വാസങ്ങൾ മാത്രമേ ഇപ്പം എൻ്റെ അടുത്തുള്ളൂ, ബിലീഫ്സേ ഉള്ളൂ. എല്ലാം പോസിറ്റീവാണ്. എന്ത് കാര്യം കിട്ടിയാലും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പഠിച്ചു. അതിന് പോസിറ്റീവ് തിങ്കിങ് കിട്ടി. അത് കഴിഞ്ഞാൽ അടുത്തതെന്താ വെച്ചാൽ അപ്പം എൻ്റെ സ്വഭാവം നല്ല സ്വഭാവമായി മാറി. അത് കഴിയുമ്പോൾ അതിൻ്റെ താഴേക്ക് നോക്കുമ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അത് കഴിയുമ്പോൾ എൻവിയോൺമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയുള്ളതായി മാറി. ഇതാണ് റിയാലിറ്റി. ഇത് സംഭവിപ്പിക്കലാണ് നമ്മൾ ചെയ്യേണ്ട പണി. നോക്കി, വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള സാധനത്തിനെ നിങ്ങളൊന്ന് അലൈൻ ചെയ്താൽ മാത്രം മതി. ഒന്ന് അലൈൻമെൻറ്റ് ക്ലിയർ ആക്കിയാൽ മതി. അതിൻ്റെ അടുക്കും ചിട്ടി ഒന്ന് ക്ലിയർ ആക്കിയാൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എങ്ങനെ ഉപയോഗിക്കണം എന്ന് മാത്രം സെറ്റ് ചെയ്താൽ എല്ലാ ആയുധവും ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ഇൻബിൽട്ടാണ്. ഇതാണ് നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ആകെയുള്ള മാർഗം. ഇതാണ് ബ്ലൂ പ്രിന്റ്. ഇതാണ് നമ്മളെ ലൈഫിനെ മാറ്റിമറിക്കുന്ന സാധനം. നമ്മളുടെ ഉള്ളിൽ നടക്കേണ്ട പ്രക്രിയ ഇതാണ്. നമ്മൾ കുറേ ആറ്റിറ്റ്യൂഡ് എന്താ കുറേ പഠിച്ചു, തിയറി, കുറേ ബിഹേവിയർ എന്താ കുറേ തിയറി പഠിച്ചു, കുറേ മട്ടിൻ്റെ തിയറി പഠിച്ചു, എന്നിട്ട് കുറേ വായിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് എന്ത് പഠിച്ചാലും അതിനെ ആക്ഷൻ ആക്കാൻ പഠിക്കണം. നമ്മളെ ലൈഫിൽ അതിനെ ആക്ഷൻ ആക്കാൻ പഠിക്കണം. ആക്ഷൻ ആക്കാത്ത എല്ലാ സാധനവും വേസ്റ്റാണ്. മനസ്സിലാകും. നമ്മൾ ആക്ഷൻ ആക്കാൻ പഠിക്കണം. ആ ആക്ഷൻ ആക്കാൻ പഠിക്കുമ്പോഴേ നമ്മളെ ലൈഫിൽ മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒന്നും മാറ്റം ഉണ്ടാവില്ല. ഇതേപോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിലേറെ പടുകുയിലേക്ക് പോകും. ഇതാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിനെ മാറ്റിമറിക്കുന്ന സാധനം. ഇതിനൊക്കെ എന്താ വെച്ചാൽ ലക്ഷ്യം ഉണ്ടാവണം.
ലക്ഷ്യമില്ലാത്തവനെ എന്തൊക്കെ മാറ്റുക? എന്തിനാ വെച്ചിട്ടാ മാറ്റുക? എന്തൊക്കെയാണ് നിങ്ങൾ ട്യൂൺ ചെയ്യുക? ഒരു ലക്ഷ്യമില്ല, ഞാൻ ലക്ഷ്യം ഒരു കാര്യമില്ല. എങ്ങനെ എത്താ? നമുക്കൊരു പവർഫുൾ ആയിട്ട് ലക്ഷ്യം ഉണ്ടാവണം. അതിനനുസരിച്ച് നമ്മളെ ഉള്ളിൽ ഇന്നർ ചേഞ്ചുകൾ ഉണ്ടാക്കട്ടെ. അതനുസരിച്ചിട്ടാണ് നമ്മളുടെ സ്വഭാവം മാറുന്നത്. അതനുസരിച്ചിട്ടാണ് നമ്മളെ തോട്ട്സ് പ്രോസസ്, നമ്മളെ ബിലീഫ്സ് ഒക്കെ എല്ലാം മാറി നിൽക്കുന്നത്. അപ്പം എന്താ? അപ്പം നമ്മളോട് ഒരു വയസ്സായ വലിയ പറയാം, അപ്പോൾ അന്നെക്കൊണ്ടൊക്കെ ഇപ്പോൾ കയ്യ് കുട്ടി വെച്ചാൽ അതൊക്കെ കയ്യുമൊക്കെ നമുക്ക് ശരിയാക്കാന്ന് നമുക്ക് പറയാനുള്ള മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കാറുകൾ? ഈ തന്ത അപ്പോത്തിന് നെഗറ്റീവ് അടിച്ചു. മനസ്സിലായേ? പിന്നെ ഈ ശത്രുവായി നിൽക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ, നമ്മുടെ ഉള്ളിൽ 2 പവറുണ്ട്. ഒരു പവറിൻ്റെ പേരാണ് വിൽ പവർ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു പവറിൻ്റെ പേരാണ് സെൽഫ് പവർ. ഈ സാധനം വർക്കായാൽ സെൽഫ് പവറാണ് വർക്ക് ചെയ്യുക, മറ്റേത് വിൽ പവറാണ് വർക്ക് ചെയ്യുക. വിൽ പവറിൻ്റെ സൈഡ് എഫക്റ്റ് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണ പോലെയാണ്. സൈഡ് എഫക്റ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ, ഇതൊക്കെ നമുക്കുണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. കാരണം വിൽ പവർ ഞാനോട് നേടും, എങ്ങനെയും നേടും പറഞ്ഞിട്ട് നമ്മൾ ബലം പ്രയോഗിച്ചിട്ട് ആ കാര്യങ്ങൾ നേടുമ്പോൾ അതിൻ്റെ അസ്വസ്ഥത ഉണ്ടാവും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ തന്നെ ഇവളിപ്പോൾ പറഞ്ഞു, ഇപ്പോൾ നുസൈബക്ക് ഫോട്ടോഗ്രാഫർ ആയതിനെ പറ്റുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും ആവും, എന്ത് വന്നാലും വേണ്ടില്ല, ഞാനാവും. ഞാൻ അല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നുവെച്ചാൽ ഫോട്ടോഗ്രാഫർ ആയിക്കോ പറയും. ഓക്കെ, അത് എൻ്റെ വിൽ പവർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യരുതേ എന്ന് പറഞ്ഞാണ്. വിൽ പവർ ഉപയോഗിച്ച് ചെയ്യാണ്. പക്ഷേ അതെന്താണ്ടാക്കുക, എന്നും നമ്മളെ ഉള്ളിൽ തന്നെ ഒരു അലട്ടലുണ്ടാക്കും. പിന്നെ നമ്മളെ ഒരു കുറ്റവാളിനെ പോലെ മാത്രമേ ഒലക്ക് എന്ത് ചെയ്യുള്ളൂ, കാണുള്ളൂ. എന്നാൽ ഈ രീതിയിലാണ് നിങ്ങളെ ക്രമീകരിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു സെൽഫ് പവറാണ് പുറത്തേക്ക് വരുന്നത്. അത് ഏത് സമയത്തും വർക്കാവും. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതിമക്ക് ഒരു നെഗറ്റീവും അട്രാക്റ്റ് ആവില്ല. ഒരു നെഗറ്റീവും പിടിച്ചെടുക്കാൻ അതിനുള്ള ഇത് എടുക്കൂല. അതിനൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായാലും, എന്ത് പ്രയാസങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒരു 24 hours ഉള്ളിൽ ബിൽഡാവും. ടെൻഷനും സങ്കടമൊക്കെ വരും കേട്ടോ, അതൊക്കെ വരും, ചീത്തൊക്കെ കിട്ടും, അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയലാണ് നമ്മളെ കഴിവ്. നമ്മൾ ഈ കുറേ ചീത്ത കേട്ടപ്പോൾ ആരോടും പറയാനും വയ്യ, ഒന്നും പറയാൻ നമ്മൾ കുറേ കരഞ്ഞു, തലയിലൊക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, നമുക്ക് തലവേദന തുടങ്ങും. കണ്ടിട്ടുണ്ടാവും. ഈ തലവേദന സ്ഥിരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സഹിക്കണം. എന്തൊരു കഷ്ടമാണ്. നമ്മളെ മനസ്സിനോട് നമ്മളിങ്ങനെ പറയുകയാണെ, എന്താ പറയണത്? എന്തൊരു കഷ്ടമാണ്, എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എനിക്കൊന്നും ഒരു രക്ഷയില്ല, കുടുങ്ങിപ്പോയി, ഞാനൊന്നും ഇങ്ങനെ നമ്മളോട് പറഞ്ഞ് നമ്മൾ ആ സാധനത്തിനെ മടുപ്പിക്കുക. അങ്ങനെ ഇത് അവസാനം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ മരുന്നിന് അടിമയായിക്കൊണ്ടിരിക്കും. ഈ സാധനം നമ്മളെ ഉള്ളിൽ എന്തുണ്ടാവും വെച്ചാൽ ഈ 2 ഹോർമോണുകൾ ഉണ്ടാക്കും. ഒന്നെന്താ വെച്ചാൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോണും അതേപോലെ സെറാട്ടോണിൻ എന്ന് പറഞ്ഞ 2 ഹോർമോൺ ഉണ്ടാക്കും. ഈ ഹോർമോണുകൾ നമ്മളുടെ ഉള്ളിൽ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കും. ആ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മളുടെ ഉള്ളിൽ ചെന്നിട്ട് പല അസ്വസ്ഥതകൾ ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കുന്ന സാധനം നമ്മളെ ഉള്ളിൽ പല മുഴകളായിട്ടും പല അസുഖങ്ങളായിട്ടും മാറും. PCOD ഇങ്ങനത്തെ പലതും ഉണ്ടാവും. നമുക്ക് മൈഗ്രെയിന്, ഇങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവും. ക്യാൻസർ വരെ ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഇതുവരെ നമ്മളെ ഉള്ളിലുണ്ടാക്കും. ഇതുണ്ടാക്കുന്നത് ആരാണ്? നമ്മളെ ഈ ടെൻഷനാണ്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കി, ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഈ സാധനത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ചെന്നിട്ട് അടിഞ്ഞുകൂടുക നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള ഭാഗത്താണ്. നമ്മളിപ്പോൾ ഗർഭപാത്രം ഏത് സമയത്ത് ഉപയോഗിക്കാതെ അവിടെ പോയിട്ട് അത് അടിഞ്ഞുകൂടും. അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത അവിടെ പോയിട്ട് അത് അടിഞ്ഞുകൂടും. ഇങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ സൈക്കോസോമാറ്റിക് അസുഖങ്ങളാണ്. ഇതൊക്കെ ഉണ്ടാവുന്ന കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആരും അവരെ കുറ്റം പറഞ്ഞാലും ഞാൻ പറയും. പിന്നെ ചില ആളുകൾ ഉണ്ടായിരിക്കും, എങ്ങനത്തെ ആൾക്കാരെ അറിയാം നിങ്ങൾ? ഒരു വെള്ളടിക്കുക, കള്ളുടിക്കുക, തല്ലുക, പിന്നെ ഭയങ്കര അക്രമാസക്തമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ വേഗം പോരാ, തമാശല്ല, വേഗം പോരാ, അടുത്ത പണി നോക്കുക. എന്താ വെച്ചാൽ ജീവിക്കാൻ പല മാർഗങ്ങളുണ്ടാവും, നല്ല മാർഗങ്ങളും ഉണ്ടാവും. നമ്മൾ സഹിച്ച് നിൽക്കുമ്പോൾ അവസാനം നമ്മളാണ് പ്രതിയാവുക, നമ്മളാണ് കഷ്ടത്തിലാവുക. അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീരുമാനമാവില്ല എന്നുണ്ടെങ്കിൽ വേഗം പോരാ. അവിടെ പിന്നെ നിൽക്കരുത്. അവിടെ നിൽക്കണം വേണ്ടിയാണ്, അവിടെ നിൽക്കരുത്.
പക്ഷെ ബാക്കിയുള്ളതുണ്ടല്ലോ, അതായത് അവരെല്ലാം നോക്കുന്നുണ്ട്, അവർക്ക് കാശുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടങ്ങൾക്ക് ഒരു പ്രയോറിറ്റി ഇല്ല, ഇന്നൊന്നും പരിഗണിക്കണില്ല. ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാലും നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും എന്താണ്, ഒരു നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ അടുത്ത് കാത്തിരിക്കും. എങ്ങനെ കാത്തിരിക്കുക? ഇപ്പം പറയും നല്ലത് 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 എഴുതും, ഒന്നും പറയില്ല, കുറേ നേരം കാത്തിക്കും. അവസാനം നമ്മൾ ക്ഷമ കെട്ടിട്ട് ചോദിക്കും, അല്ല ഇന്നത്തെ കറി എങ്ങനെ ഉണ്ട് ചോദിക്കും. അപ്പോൾ പറയും കുഴപ്പമില്ല, ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പം എന്താ ചെയ്താൽ ചോദിക്കേണ്ടില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നല്ല കറികൾ ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുക ഇത് നല്ല കറിയാണ് നല്ലത്. എന്നിട്ട് നിങ്ങൾ സ്വന്തം പറയാം, ഞാൻ നല്ല കറി ഉണ്ടാക്കാൻ എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ കടമയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്താം. മാത്രമേ മാർഗമുള്ളൂ. വേറൊരാൾ അപ്രീസിയേഷൻ കിട്ടുന്ന രീതിയിൽ ചെയ്യരുത്. സ്വന്തം അപ്രീഷിയേറ്റ് ചെയ്യാം. ഇവിടെ തട്ടിയിട്ട് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു ചെറിയ ടെക്നിക്കുകളാണ്. എന്തിനാ വെച്ചാൽ വലിയ കുഴികളിലേക്ക് നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിങ്ങനെ അടിഞ്ഞു കൂടിയിട്ടാണ് നിങ്ങളുള്ളിൽ നിന്ന് ഇവനെ പൊട്ടിത്തെറിക്കുക. കറിൻ്റുകളപ്പം മിണ്ടൂല. നിങ്ങൾ വിരുന്ന് പോകാൻ ചോദിച്ചപ്പോൾ അത് മിണ്ടൂല. കല്യാണത്തിന് അപ്പോഴൊന്നും മിണ്ടൂല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അയാളത് വിട്ടിട്ടുണ്ടാവും. കുറേ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വേറെ വിഷയം ഉണ്ടാവുമ്പോൾ ഇതെല്ലാം കൂടെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും കംപ്ലീറ്റ്. അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കൂടെ അങ്ങോട്ട് ബോംബ് പൊട്ടിയിട്ട് ആകെ പ്രശ്നം. അതോട് കൂടിയിട്ട് കംപ്ലീറ്റ് പണി. പിന്നെ അതീമെന്നാണ് കംപ്ലീറ്റ് എനർജി ഉണ്ടാവുക. അപ്പോൾ ഓൽക്ക് നമ്മൾ അംഗീകരിക്കാൻ പറ്റില്ല, നമുക്ക് ഓല അംഗീകരിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ ഈ ബ്രേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ മറ വന്നാൽ പിന്നെ നമുക്ക് ഉയരാനും സാധിക്കില്ല. പിന്നെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വേഗം പെട്ടിയിൽ പൂട്ടിയേക്കാൻ നല്ലത്. അതിലേറെ നല്ലത് എന്താ വെച്ചാൽ നമ്മളിതിനെ ഗേറ്റുകൾ ഓപ്പൺ ചെയ്യാൻ പഠിക്കുക. മെല്ലെ നമുക്ക് നാളെ തന്നെ ആവാനൊന്നും പറ്റില്ല. മെല്ലെ മാറ്റിയെടുക്കാൻ പറ്റിയാൽ നമ്മൾ സക്സസ് ആവും. ഇതാണ് ലൈഫ്. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം, പെണ്ണായാലും ആണായാലും. ഇത് പഠിച്ചേ പറ്റുള്ളൂ, ഇത് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊക്കെ നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇയാൾ വെറുതെ തള്ളുക. അല്ല, ഞാൻ ഇത് ഒരുപാട് കണ്ടിട്ട് പറയാണ്. ഇവിടെ ഒരുപാട് കുട്ടികളത് കണ്ടിട്ട് തന്നെ പറയുന്നുണ്ട്. ഇവിടെ തന്നെ ഞാൻ കണ്ടിട്ടാണ് ഞങ്ങളോട് പറയുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്, ജീവിതം മാറ്റിമറിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഈ പറച്ചിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരോടും. എനിക്കിപ്പോൾ എല്ലാവരോടും ഞാൻ അതേ പറഞ്ഞിട്ടുള്ളൂ. ഇതിൽ എനിക്കറിയാം ആരിലൊക്കെ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ ഇത് വർക്കാവുണ്ടാവുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്കറിയാം. പിന്നെ ഞാൻ ആദ്യങ്ങളോട് പറഞ്ഞു, ആദ്യം പറഞ്ഞു ഞങ്ങൾ ആരും എനിക്കല്ലോ, ഒരാളെ മാത്രം കാര്യം എന്തോ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അതോളം അന്ന് കരഞ്ഞതുകൊണ്ട് മാത്രം എനിക്കറിയണതാണ്, അല്ലെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളോട് പറഞ്ഞു, ഈ ബാച്ചിലുള്ള ആൾക്കാർ മുഴുവൻ എത്രക്കോ എക്സ്പീരിയൻസ് ലൈഫിലും ഇതിലുള്ള ആൾക്കാരാണ്. ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ, ഫസ്റ്റ് പറഞ്ഞു. അതന്നല്ലേ നിങ്ങൾ ഇവിടെ വന്ന് പിന്നെ പറഞ്ഞത് അല്ലേ? ഇതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഞാൻ എൻ്റെ ഈ 25 കൊല്ലത്തെ എക്സ്പീരിയൻസോടെ നിങ്ങൾ പറയണം. ലൈഫ് മാറ്റാൻ നമുക്കേ സാധിക്കും. നമ്മളെ ലൈഫ് മാറ്റാൻ നമുക്ക് മാത്രമേ സാധിക്കൂ. നമ്മളെ വിജയം കണ്ടെത്താൻ നമുക്ക് മാത്രമേ സാധിക്കൂ. അല്ലാതെ ഒരിക്കലും സാധിക്കില്ല. നിങ്ങൾ എത്ര മെനക്കെട്ടിട്ടും കാര്യമില്ല, സാധിക്കില്ല. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാര്യം മനസ്സിലാക്കുക. നമ്മൾ മാറേണ്ട ഇന്നു മുതലേ നമ്മളൊരു കാര്യം പഠിച്ചാൽ അന്ന് മുതൽ അപ്പം മുതൽ തന്നെ ആക്ഷൻ ആക്കണം. ചിരിക്കാൻ പഠിക്കണം. ചിരിക്കാൻ അറിയില്ലെങ്കിൽ ചിരിക്കാൻ പഠിക്കണം. ചിരിച്ചേ പറ്റുള്ളൂ. ചിരിച്ചാലുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ ആദ്യമൊക്കെ നമ്മൾ ഇടങ്ങറായി ചിരിച്ചാലും പിന്നെ അത് നമ്മളൊരു ശീലമായി മാറും. ആ ചിരി നമ്മളിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാക്കും. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക കാര്യങ്ങൾ, നമ്മളെ ഉള്ളിലുള്ള എല്ലാ വേദനകളും നമ്മൾ മുഖം മൂടിയാക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ നടക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടാകും. എന്നാൽ നമ്മൾ ചിരിക്കാൻ പഠിക്കുമ്പോൾ ആദ്യത്തിൽ നമ്മൾ കുറച്ച് വിൽ പവറൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ ആ ചിരി ശീലമാകുമ്പോൾ നമ്മൾ ആൾക്കാർ അട്രാക്ട് ചെയ്ത് തുടങ്ങും. ആ സമയം കൊണ്ട് നമ്മളെ സെൽഫ് പവർ ഉണർന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ലൈഫിനെ മാറ്റം വരുത്തുക. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവന് ജോലിയും ചെയ്യാൻ കഴിയില്ല, കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല. രണ്ടും പറ്റില്ല, ഗ്യാരണ്ടിയാണ്. രണ്ടും പറ്റില്ല. നിങ്ങളെ ലക്ഷ്യം നേടാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിന് പുറമെ
എവിടെ എത്താൻ പറ്റില്ല. ചളിയിൽ പൂണ്ട ടയർ പൂണ്ട വണ്ടീനെ പോലെ കടന്നിങ്ങനെ കറങ്ങും. അങ്ങോട്ടുമല്ല ഇങ്ങോട്ടുമല്ല, എങ്ങോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ, വേണമെങ്കിൽ ഞങ്ങളോട് പറയാം നിങ്ങൾ ദയവ് ചെയ്ത് മാറണമെന്നൊന്നും ഞാൻ പറയില്ല, വേണമെങ്കിൽ മാറിക്കോളി, അത്രയും പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറിക്കോളി എന്നാ പറയുള്ളൂ. മാറിയാൽ അത്ഭുതം സൃഷ്ടിക്കും, ഉറപ്പാ, ഒരു സംശയമില്ല. ഇവിടെ ഇഷ്ടം പോലെ തെളിവുകളുണ്ട് കുട്ടികളുടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇഷ്ടം പോലെ മാറിയ ആൾക്കാർ. ഒരു കോൺവെക്കേഷനാണ് ഒരു കുട്ടി പറഞ്ഞത്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഡൈവേഴ്സിൻ്റെ വക്കീൽ നിൽക്കാനും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഡൈവേഴ്സിൻ്റെ വക്കീൽ നിൽക്കാനും ഇപ്പം ഞാൻ തീരുമാനിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. ഞാൻ വീണ്ടും എൻ്റെ ജീവിതം ആദിക്കുന്നത് തുടങ്ങി. ഇതൊക്കെ ഇവിടെ കുറേ ഉണ്ടായതാണ്. ഒരു കുട്ടി പറഞ്ഞേ, എൻ്റെ അമ്മായിമാക്കും അമ്മോശാക്കാക്കും ഞാൻ പഠിക്കാൻ വേണ്ടി ഇഷ്ടം തന്നെ അല്ലായിരുന്നു. ഇന്ന് സാറേ ഞാൻ പോന്നപ്പോൾ എനിക്ക് ചോറ് പൊതിഞ്ഞ് തന്നത് എൻ്റെ അമ്മായിമ്മ അമ്മോശാക്കാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം ക്ലാസ് ഇല്ലെങ്കിൽ, ഇന്ന് ക്ലാസ് ഇല്ലേ എനിക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ട് എന്നോട് വരുന്നത് ഒരാൾ. 6 മാസമായപ്പോഴത്തുള്ള മാറ്റമാണ് ഞങ്ങളോട് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ ലൈഫിലെടുത്താൽ എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ചോക്കി. ഞാൻ പറഞ്ഞ ആദ്യത്തെ സന്തോഷം തിരിച്ചു കിട്ടുമല്ലേ പറഞ്ഞത്? തിരിച്ചു കിട്ടും. അത് നിങ്ങളെ ഉള്ളിലുണ്ട്, അവരുടെ ഉള്ളിലുണ്ട്. അവർക്കും ആഗ്രഹമുണ്ട്, എന്ത് അറിയോ, ആ സന്തോഷമൊക്കെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എനിക്ക് എൻ്റെ ജീവിതം ഒന്ന് ആസ്വദിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇത് ഓരും ചെയ്യുന്നില്ല, നമ്മളും ചെയ്യുന്നില്ല. പിന്നെ ആരാ ചെയ്യാം, എന്താ ചെയ്യുക? ഇതാണ് സംഭവം. ഇപ്പം ഇതിങ്ങനെ കണ്ടിച്ചിരിക്കാൻ നാട്ടിൽ കുറേ ആൾക്കാരുണ്ടാവും. അതിനേരെയാകാതെ ജീവിതം വേണമെങ്കിൽ കെട്ടിപ്പടുത്തോ, അടിപൊളിയായിട്ട് ജീവിക്കുക. ഇത്ര നല്ല ലൈഫ്, ഈ ലൈഫ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനത്ര ഭാഗ്യം വേറൊന്നുമില്ല. പറഞ്ഞ മനസ്സിലായി. പിന്നെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ പല കാര്യങ്ങളും നമ്മളെ മനസ്സിലാക്കാനും ഇതൊന്നും ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർ ചിലപ്പോൾ അതിലേറെ വലിയ പ്രയാസത്തിലേക്കാണ്. നമുക്കറിയില്ല. നിങ്ങൾ 10,000 രൂപ ചോദിക്കുമ്പോൾ ചൂടാവുണ്ടെങ്കിൽ അയാളിത് 10,000 രൂപ ഉണ്ടാവില്ല. ആദ്യം വാങ്ങിയ കടം ചിലപ്പോൾ തീർന്നിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നമുണ്ടാവും, നിങ്ങളെ പോലും അറിയിക്കാത്ത പല വിഷയങ്ങളുണ്ടാവും. അപ്പം നമ്മളെന്താ വെച്ചാൽ മനസ്സിലാക്കി പെരുമാറാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടായാൽ അയാൾ നിങ്ങളേറ്റ് ഒറ്റക്കും, അത് ഗ്യാരണ്ടിയാണ്. ഇനി അടുത്ത സാധനം 1-2 കൂടെ പഠിക്കാണ്ട് അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേന് കുറേ കാര്യങ്ങൾ സെറ്റാവും. അത്രേ നമുക്ക് ഈ സമയത്ത് കഴിയുള്ളൂ. ബാക്കിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറണമെങ്കിൽ നിങ്ങൾ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലബ്ബിൽ കയറിക്കോളി. എല്ലാ വെള്ളിയാഴ്ചയും ക്ലാസ് ഉണ്ടാവും, വൈകുന്നേരം രാത്രി ഓൺലൈനിൽ കയറിക്കോളി. കുറേ സാധനം അതിന് കിട്ടും. ഇത് ഞാനത് വെറുതെ പറയില്ല. എൻ്റെ ലക്ഷ്യം ഇതാണ്. ഇവിടെ വരുന്ന ഒരാൾ ജീവിതത്തിൽ വിജയിക്കണം, പ്രൊഫഷണൽ വിജയിക്കണം. അല്ലാതെ വെറുതെ ഒരു ജോലി ആക്കി കൊടുത്തു പറഞ്ഞൊരു ഫോട്ടോ വെക്കാനോ വെറുതെ ഒരു ജോലി കിട്ടി അല്ല. നിങ്ങൾ അവിടെ നിൽക്കണം. നമ്മളെ കുട്ടികളെ പല ആൾക്കാരും നിൽക്കുന്നത്, മാറ്റം വരുത്തിയ ആൾക്കാർ നിൽക്കുന്നത് 2 വർഷം 3 വർഷമൊക്കെ ആയിട്ട് ഒരേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാർ, ഇഷ്ടം പോലെ 2 വർഷം 3 വർഷമായിട്ട് അതേ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് വർക്ക് ചെയ്യണത് ഓല മാറ്റങ്ങൾ ഉണ്ടാക്കിയോണ്ടാണ്. നിങ്ങളെപ്പോലത്തെ അതേ പെൺകുട്ടികൾ തന്നെ ഓരോ. നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, അതേ പ്രശ്നങ്ങൾ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. എനിക്ക് മാത്രമൊന്നുമല്ല അതേ പ്രശ്നമുള്ളത്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷനും ഇവിടെ ഉണ്ടാവും. ആ സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളെ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നമ്മളെടുത്തിട്ടുണ്ട്. ഇവളെ പ്രശ്നം എന്താണോ ആ പ്രശ്നമാവില്ല അടുത്താക്ക്. എന്താ കാരണം എന്താ, അവളെ സാഹചര്യമല്ല ഇവയ്ക്കുണ്ടാവുക. പക്ഷെ അതേപോലെ വേദന എന്ന് പറയുന്നത് മനസ്സിൻ്റെ വേദന ഉള്ള പോലെ വേദന എനിക്കുണ്ട്, മനസ്സിലാക്കുക. ഇതൊക്കെ മാറ്റണമെങ്കിൽ ഇത് മാറ്റിയാലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോഴേ നമുക്ക് പർപ്പസ്ഫുള്ളി നമുക്ക് എന്ത് കഴിയുള്ളൂ, വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ട് അതിനു വേണ്ടി തയ്യാറായിക്കോളി. ഇന്ന് മുതൽ ആക്ഷൻ ആയിക്കോ. എന്തായാലും ആവും, കുറേ ആൾക്കാരിതാവും, ബാക്കിയുള്ളവർ പരിശ്രമിച്ചു. ഓക്കെ, യെസ്, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ.